ഹലോ ഗായ്സ്, ചെട്ടിക്കാടൻ ഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചുമ്മാ നടക്കാനും കറങ്ങാനുമായിട്ടൊക്കെ ഞാനും വൈഫും കൂടി ഇന്ന് ലീവായിരുന്നു, ഇറങ്ങിയതാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണിക്കാനായിട്ട് നിങ്ങളും വായോ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഇതുണ്ടോ ഗായ്സ്, ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞില്ലേ, ചെറിയ ചെറിയ മുളകൾ. ഈ മുളയുടെ വണ്ണം കണ്ടോ? ഇത്രയും വണ്ണമുള്ളൂ, നമ്മുടെ കരിമ്പിൻ്റെയൊക്കെ അത്രയും വണ്ണമുള്ളൂ. കണ്ടോ? നല്ല തണൽ പോലെ ഇങ്ങനെ നിൽക്കും കണ്ടോ, റോഡിൻ്റെ സൈഡിലൊക്കെ. നല്ല രസമില്ലേ? കണ്ടോ, കൊള്ളാവോ? ഇത്രയും മാത്രമല്ല, വേറെ ഒത്തിരി ഓരോരുത്തർക്ക് നിൽപ്പുണ്ടോ ഇങ്ങനെ കാട് പോലെ നിൽപ്പുണ്ടേ. ഞാനത് പിന്നെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഗ്രാമപ്രദേശത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു കോഴിയൊക്കെ നിൽക്കുന്നുണ്ടോ ഗായ്സ്, കാണാവോ? കോഴികളൊക്കെ കണ്ടോ? കോഴി പോകുന്നുണ്ട്, പൂവൻ കോഴികൾ. പ്രാവേ കണ്ടേ, കോഴിയൊക്കെ പൂവൻ കോഴി. ഇവിടെ പ്രാവിനെയൊക്കെ കണ്ടേ, പ്രാവൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവരിവിടെ വളർത്തുന്ന ഈ പ്രാവിനെ ഇതൊക്കെ കണ്ടോ, കോഴിയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഞങ്ങളെ കണ്ടോണ്ട് ആ കോഴിയൊക്കെ തന്നെ അങ്ങോട്ടങ്ങ് പാത്തു. ഇവിടെ 2 പേര് 3 പേര് നിൽപ്പുണ്ട്, 3 പൂവന്മാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൂവൻ കോഴി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുതയാണ്, കൊത്തും പോരുക. ഒരു പൂച്ചക്കുട്ടൻ ഇരിക്കുന്നുണ്ട് മരത്തിൻ്റെ കീഴെ. എന്താ നല്ല സുന്ദരി പൂച്ചേ, ബാ എൻ്റെ മുന്നേ നടക്കുക. ഇവിടുത്തെ ആളുകൾക്ക് ഈ പെറ്റിനോടൊക്കെ, പൂച്ചയും പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ്ട് അടുത്തത് വന്നു, അതിനെ വിളിച്ചോണ്ട് ബാ വണ്ടി കയറി പോകുന്നുണ്ട്. നടന്നോ പൊക്കോ നടക്കാൻ. എൻ്റെ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടി കണ്ട, ഈ ചെടിയുടെ ഇല കണ്ടോ, എൻ്റെ കനം കണ്ട, രസമില്ലേ? വാഴച്ചെടി. ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, ഈ പൂക്കളൊക്കെ കണ്ടോ, ഈ ചെടിയൊക്കെ കണ്ടോ, രസമില്ലേ? മാൽട്ടീസുകാരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെടികളും ഒക്കെ വെച്ച് ഇങ്ങനെ തൂക്കി. അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ അയ്യം, വെറുതെ കിടക്കുന്ന അയ്യം. ഒറ്റക്കുട്ടന്മാരെ ഉണ്ടോ, എൻ്റെ പുറകെ നടക്കുക, എൻ്റെ കൂടെ നടക്കുക. അയ്യത്തുണ്ടായിരിക്കുന്ന വെളുത്ത പൂക്കൾ. സന്ധ്യാസമയം കേട്ടോ, ഇവിടെ സമയം ഇപ്പം 7:30 കഴിഞ്ഞു സമയം. ഇവിടെ ഇപ്പോൾ ഇത്രയും വെട്ടോ, ഈ പോസ്റ്റേലെ വെട്ടോ കേട്ടോ, ഈ പോസ്റ്റേലെ വെട്ടോ. നിങ്ങൾക്ക് കാണാമോ കൂട്ടുകാരെ, ഇവിടുത്തെ ഗ്രാമപ്രദേശത്തോട് ഇങ്ങനെ നടക്കും കേട്ടോ. മരമൊക്കെ, അതെ, നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലോട്ടൊക്കെ ഇറങ്ങി പോകുന്ന പോലൊരു വഴി. ഒത്തിരി പറമ്പുള്ളവരുടെയൊക്കെ വീട്ടിലോട്ടൊക്കെ പോകുന്ന. ഇത് കണ്ടോ, ഈ മതിൽക്കെട്ട് കണ്ടോ, ഈ DR കെട്ട് കണ്ടോ, എന്ത് രസമുണ്ടെന്ന് നോക്കി. DR കെട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മേശിരിമാരും ഒക്കെ ഇങ്ങനെയൊക്കെ പണി. നല്ല രസമുണ്ട് കെട്ട് കണ്ടോ, ഓരോരുത്തരുടെ അതിർത്തി ഇങ്ങനെ കെട്ടി ചെയ്ത് വെച്ചിരിക്കുന്നത്. കെട്ട് കെട്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആരാണ്ടര വീട്ടിലോട്ടും കണ്ട് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. അത് ഈ മരം കണ്ടോ, ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ. നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി എവിടെ ചെന്നാലും ഉണ്ട്. ഒരാൻറ്റി പട്ടിയെ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. പട്ടി ഡോഗ് ഫ്രണ്ട്ലി.
ഹായ് ഹായ്. Yes. Like it. Yes. Big name? Kiki. Kiki. Kiki കളിക്കത്തില്ല, ഭയങ്കര ട്രെയിനിങ് കിട്ടുന്ന പാട്ടി. അമ്മച്ചി ഇന്ത്യ. ഇവിടുത്തെ മാൾട്ടീസുകാരി അമ്മച്ചിയാണ്. കെട്ടുകണ്ട്, ഞാൻ പറഞ്ഞ പോലെ കെട്ടുകണ്ട്. എന്ത് രസമുണ്ടോ കെട്ടുകണ്ട്. ചെറിയൊരു റോഡാണ് ഇവിടെ. ഞങ്ങൾ നേരത്തേക്ക് വന്നപ്പോൾ ഇവരിങ്ങനെ കെട്ടിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ഒരു വഴി പോലെ കെട്ടിയിരിക്കുകയാണ്. ഇത് കണ്ടോ ഗായ്സ്, ഈ പൂക്കൾ കണ്ടോ? എനിക്ക് എന്ത് രസമുണ്ടോ? കാറ്റടിച്ച് മുള വളർന്നാണ് നല്ല രസമില്ലേ? ഈ റോഡിൻ്റെ സൈഡിലത്തെ കൊച്ചു റോഡുണ്ട്. കാറ്റടിച്ച് മുള വളർന്ന് ആടുന്നുണ്ട്. നല്ല കാറ്റാണ്. ഇത് കണ്ട ഗായ്സ്, കൃഷി ചെയ്യാനായിട്ട് സ്ഥലവും നമ്മുടെ നാട്ടിലൊക്കെ നല്ലതായിട്ട് റെഡിയാക്കി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇതൊരു നാരകമരം നിൽക്കുന്നുണ്ട്. നാരങ്ങ കുറവാണ്. ഇതിൽ ഒത്തിരി നാരങ്ങ ഉണ്ടാകുന്ന നാരകമാണ്. നാട്ടിലകത്തുള്ള വീടുകളുടെ ഓരോ വീടുകളുടെ ഭാഷ പോലൊന്നും വരത്തില്ല. ഓരോന്നിനോട് ചേർന്ന് അടുത്തുള്ള ഓരോരോ വീടുകളുണ്ട്. ഇവരുടെ വീട്ടിലോട്ട് കയറാനുള്ള ഗേറ്റ് കണ്ടോ? ഇങ്ങനെയൊക്കെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ അനാർ പൂവായി വരുന്നുണ്ട്. അനാർ ഉണ്ടാകാനായിട്ട് അനാർ പൂവായി വരുന്നുണ്ട്.